ഞങ്ങളൊരു യാത്രക്കുള്ള തുടക്കത്തിലാണ്. ഞങ്ങളുടെ വളരെ കാലത്തെ ഒരാഗ്രഹമായിരുന്നു കോയമ്പത്തൂരിലുള്ള ഇഷ ആദിയോഗി ഫൗണ്ടേഷനും അവിടെയുള്ള സ്റ്റാച്യുവും ഒന്ന് കാണണമെന്നുള്ളത്. ഏപ്രിൽ 19 നല്ല ചൂടുള്ള കാലാവസ്ഥ. എന്നിട്ട് ഞങ്ങൾ പിന്നോട്ട് മാറിയില്ല, യാത്ര പോകാൻ തന്നെ ഒരുങ്ങി. ഞങ്ങൾ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 8:30 യാത്ര പുറപ്പെട്ടു. 9:50 ട്രെയിനിലായിരുന്നു യാത്രക്ക് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ട്രെയിൻ കുറച്ച് വൈകിയതുകൊണ്ട് 10 മണിക്ക് തന്നെ യാത്ര തുടങ്ങി. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്നത് കൊണ്ട് ട്രെയിനിൽ വെച്ച് തന്നെ ഫുഡൊക്കെ കഴിച്ച് പാലക്കാടിൻ്റെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ളൊരു യാത്രയായിരുന്നു. മലനിരകളും പച്ചപ്പും. ട്രെയിൻ കോയമ്പത്തൂർ എത്തിയതേ ഞങ്ങൾ അറിഞ്ഞില്ല. അങ്ങനെ 3 മണിക്ക് ശേഷം ഞങ്ങൾ കോയമ്പത്തൂരിലെത്തി. നിങ്ങൾ ഇങ്ങനെ ഒരു യാത്ര പുറപ്പെടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വടകര നിന്നും ട്രെയിനിൽ പുറപ്പെട്ട് അതിനുശേഷം നേരെ കോയമ്പത്തൂരിൽ ട്രെയിൻ ഇറങ്ങി നേരെ റോഡിൻ്റെ ഓപ്പോസിറ്റ് കടന്നാൽ അവിടെ ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. 14D എന്ന നമ്പറുള്ള ബസ്സിലാണ് നമ്മൾ കയറേണ്ടത്. ബസ്സിൽ നല്ല തിരക്കായിരിക്കും. ഏകദേശം 1 മണിക്കൂറോളമുള്ള യാത്രയാണ്. 45 രൂപയാണ് ടിക്കറ്റ്. ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗാന്ധിപുരം ബസ് സ്റ്റോപ്പിൽ പോയി കയറുന്നതാണ് നല്ലത്. അങ്ങനെ ഞങ്ങൾ ഇഷ ഫൗണ്ടേഷൻ്റെ മുന്നിൽ ബസ് ഇറങ്ങി. ആദിയോഗി സ്റ്റാച്യുവിൻ്റെ നേരെ മുന്നിലുള്ളതാണ് ധ്യാനലിംഗ. മിക്ക ആളുകളും ആദിയോഗി സ്റ്റാച്യു കണ്ട് മടങ്ങുകയാണ് പതിവ്. എന്നാൽ ധ്യാനലിംഗയെപ്പറ്റി അധികമാരും അറിഞ്ഞു കാണില്ല. അതിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അനുഭവമാണ്. അതിനുള്ളിൽ മിക്ക സ്ഥലത്തും ഫോൺ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള കാഴ്ചകൾ നമ്മൾ നേരിട്ട് തന്നെ അനുഭവിച്ചറിയണം. ധ്യാനലിംഗയുടെ ഉള്ളിൽ തന്നെ നമുക്ക് താമസിക്കാനായി നിരവധി കോട്ടേജുകൾ ഉണ്ട്. റൂം മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് മുഴുവനായി പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ധ്യാനലിംഗയുടെ പ്രവേശന കവാടം. ആദ്യം ലഗേജ് സ്കാൻ ചെയ്ത് ബാഗിൽ ടാഗ് ഒട്ടിച്ചതിന് ശേഷം ഗേറ്റിൽ ഈ കോട്ടേജ് ബുക്കിംഗ് കൺഫർമേഷൻ കാണിച്ചതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് കടക്കാൻ പറ്റൂ. ഇനി കോട്ടേജ് ബുക്ക് ചെയ്തവർ നേരെ വെൽക്കം പോയിന്റിലേക്കാണ് എത്തിച്ചേരേണ്ടത്. അവിടെ നിന്ന് ആധാർ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബുക്ക് ചെയ്ത കോട്ടേജിൻ്റെ പേരിലുള്ള ഒരു ടാഗ് നമ്മുടെ കയ്യിൽ കെട്ടിത്തരും. അവിടെ തന്നെ നിരവധി കോട്ടേജുകളുണ്ട്. ബ്രഹ്മപുത്ര, ശിവപാദം, ആലയം. ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്തത് ബ്രഹ്മപുത്ര എന്ന കോട്ടേജിലാണ്. ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ആശ്രമത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് നമുക്ക് താമസിക്കാനുള്ള കോട്ടേജുകൾ ഓരോന്നും ഉള്ളത്. വെൽക്കം പോയിന്റിൽ നിന്നും ഓരോ കോട്ടേജിലേക്ക് പോകാനും കാളവണ്ടിയും ഇലക്ട്രിക് വെഹിക്കിളും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ബ്രഹ്മപുത്ര കോട്ടേജിലേക്കാണ് പോകുന്നത്. ബ്രഹ്മപുത്ര എന്ന ബാഡ്ജ് ഞങ്ങളുടെ എല്ലാവരുടെയും കൈകളിലുണ്ട്. പോകുന്നതിനിടയിൽ ഒരുപാട് മൈലുകൾ ഒരു പേടിയും കൂടാതെ ഞങ്ങളുടെ മുന്നിലൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജ്. ഇതിൽ അടുത്തടുത്തുള്ള 2 റൂമുകളാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. 2 പേർക്ക് താമസിക്കാൻ നല്ല വൃത്തിയും ഇതിലേറെ സൗകര്യമുള്ള റൂമായിരുന്നു ഞങ്ങളുടേത്. ജാലകം തുറന്നാൽ അതിമനോഹരമായ മലനിരകളുടെ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. 2 നേരത്തെ ഭക്ഷണവും ഉൾപ്പെടെയാണ് കോട്ടേജ് സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത്. 7 മണിക്കാണ് അവിടുത്തെ ഡിന്നർ. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡിന്നറും കഴിച്ച് 7:15 ലേസർ ഷോ ഒക്കെ കാണാൻ വേണ്ടി എത്തുമ്പോഴേക്കും ലേസർ ഷോയുടെ ഒരു ഭാഗം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത ദിവസം ലേസർ ഷോ കണ്ടിട്ടേ മടങ്ങുകയുള്ളൂ. കാളവണ്ടിക്കായിട്ടുള്ള മുഴുവൻ കാളകളെയും വലിയൊരു ഷെഡിൽ നിരത്തി കെട്ടിയിരിക്കുന്ന കാഴ്ച കാണാം. രാത്രിയത്തെ ലേസർ ഷോ അവസാന ഭാഗം മാത്രം കണ്ട് ഞങ്ങൾ റൂമിലേക്ക് തന്നെ മടങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ധ്യാനലിംഗക്കകത്തുള്ള കാഴ്ചകൾ കാണാൻ ഞങ്ങൾ പുറപ്പെട്ടു. ഫോൺ അനുവദിക്കാത്തത് കൊണ്ട് അതൊന്നും വീഡിയോയിൽ പകർത്താൻ സാധിച്ചില്ല. രാവിലെ 6:30 ഞങ്ങൾ റൂമിൽ നിന്നും ഇറങ്ങി. സ്റ്റാച്യുവിലേക്ക് കോട്ടേജിൽ നിന്നും സൗജന്യ ബസ് സർവീസ് ഉണ്ട്. ഈ ബസ്സിൽ കയറി ഞങ്ങൾ സ്റ്റാച്യുവിന് മുന്നിലേക്ക് ഇറങ്ങി. അതിൻ്റെ മുന്നിലുള്ള ഹോട്ടലിൽ നിന്നും ഞങ്ങൾ ചായ ഒക്കെ കഴിച്ചു. അതിരാവിലെ ആയതുകൊണ്ട് സ്റ്റാച്യുവിന് മുന്നിൽ ഒരുപാട് നേരം ചെലവഴിക്കാൻ പറ്റി. നാളിപ്പം 2ാമത്തെ ദിവസം ആദിയോഗിൻ്റെ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. അതിൻ്റെ മുന്നേ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് അടിപൊളി ഫുഡ്, വട, ഇഡ്ഡലി, ചട്നി, അതിൻ്റെ കൂടെ ഒരു കേസരി. അടിപൊളി ഫുഡാണ്. നമ്മുടെ കേരളത്തിൽ അത്രയൊന്നും പൈസയൊന്നും വരില്ല ഫുഡിനൊന്നും. നല്ല സ്ഥലം, എന്താ പറയുക, 4 ഭാഗത്തും മല, അതിൻ്റെ നടുക്കാണ് സ്റ്റാച്യു വരുന്നത്. അടുത്തേക്ക് നടന്നു പോകുന്ന കാളവണ്ടിയുണ്ട്. പക്ഷെ കാളേനെ
അതിൻ്റെ ഷെഡിലാണുള്ളത്. കുളിയൊന്നും കഴിയാത്തതുകൊണ്ടാന്ന് തോന്നുന്നു ഇറക്കിയിട്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞാൽ കാള വണ്ടി ഉണ്ടാവും അവിടെ നിരത്താൻ വേണ്ടിയിട്ട്. ഞങ്ങളങ്ങോട്ടേക്ക് പോകണം. നമുക്ക് നേരിട്ട് കാണാം. ഞങ്ങളിങ്ങനെ സ്റ്റാച്യൂയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ രാവിലെ തന്നെയാണെങ്കിലും നല്ല വെയിലുണ്ട് ഇവിടെ. നല്ല സ്ഥലം, കണ്ടാലും മതിവരാത്തൊരു സ്ഥലം. ഞങ്ങളിപ്പോൾ ആദിയോഗിൻ്റെ സ്റ്റാച്യൂവിൻ്റെ ബാക്ക് സൈഡിലാണുള്ളത്. മുന്നിൽ നല്ല വെയിലാണ്, പക്ഷേ ബാക്ക് സൈഡിൽ നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്. ഇവിടെ ഒരുപാട് 9 മണിയായിട്ട് ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടിയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്ഷേത്രം പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഒരുപാട് നാഗങ്ങളാണ് അതിലുള്ളത്. ഒരു കുടത്തിന് ചുറ്റിലും ഒരുപാട് നാഗങ്ങൾ നിൽക്കുന്ന ഒരു അവിടെ ഉണ്ട്. അതിൽ നിന്നൊരു തീർത്ഥമെല്ലാം വരുന്നുണ്ട്. ഒരുപാട് ആൾ ധ്യാനത്തിലിരിക്കുന്നുണ്ട് അവിടെ. 3 ഭാഗവും നല്ല മലനിരകളാണ്. മുന്നിൽ നല്ല വയലും. ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ലൊരു കുളിർമയേകുന്നൊരു സ്ഥലം. സ്റ്റാച്ചു കണ്ട് ഞങ്ങൾ ധ്യാനലിംഗയുടെ ഉള്ളിലേക്ക് തന്നെ മടങ്ങി. കോട്ടേജിൻ്റെ ഉള്ളിലുള്ള ഭക്ഷണശാലയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ കയറി. 9:50 മുതൽ 11:30 വരെ 3 ബാച്ചുകളായിട്ടാണ് അവിടെ ഭക്ഷണത്തിനുള്ള ഏർപ്പാട്. ഫുഡിൽ എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഗംഭീര ഫുഡായിരുന്നു. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കുതിർത്ത നിലക്കടല, മുത്താറി നൂഡിൽസ്, പയറുകഞ്ഞി, ഇതൊക്കെ അടങ്ങിയ അതിഗംഭീര ഫുഡ്. ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ നേരെ ധ്യാനലിംഗക്കകത്തേക്ക് പോയി. 11:45 നാദാരാധനയിൽ പങ്കെടുത്തു. അതിനുള്ളിൽ ഫോൺ അനുവദിക്കാറില്ല. 20 മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് ധ്യാനത്തിനിരിക്കാം. പൂർണ്ണ നിശബ്ദതയിൽ നേരിയ നാദം മാത്രം. വലിയൊരു ശിവലിംഗം അതിനു ചുറ്റിലുമാണ് നമ്മൾ ഇരിക്കേണ്ടത്. അതിൽ മുഴുവൻ സമയവും ജലധാര നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇതൊക്കെ. അതിനുശേഷം ഞങ്ങൾ 12:40 ദേവി അഭിഷേകത്തിനായി ലിംഗഭൈരവിയുടെ ഉള്ളിലേക്ക് കടന്നു. ഇവിടെ നമുക്ക് വഴിപാടുകളൊക്കെ നടത്താം. സൂര്യക്കുണ്ട്, ചന്ദ്രക്കുണ്ട് എന്നീ 2 തീർത്ഥക്കുളങ്ങൾ ഇതിനുള്ളിലുണ്ട്. സൂര്യക്കുണ്ട് സ്ത്രീകൾക്ക് മാത്രമായി ഉള്ളതാണ്. പുരുഷന്മാർക്ക് ഇതിൽ പ്രവേശനമില്ല. ചന്ദ്രക്കുണ്ടിൽ സ്ത്രീകൾക്കും പ്രവേശനമില്ല. തീർത്ഥക്കുളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ലഭിക്കും. ആദ്യം കുളിച്ച് ശുദ്ധി വരുത്തിയിട്ട് വേണം നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങാൻ. ഒരുപാട് പടവുകൾ ഇറങ്ങി വേണം കുളത്തിലേക്ക് എത്താൻ. കുളത്തിൻ്റെ നടുക്ക് ഒരു വലിയ ശിവലിംഗമുണ്ട്. 3 തവണ ഇത് പ്രദക്ഷിണം വെച്ച് നമുക്ക് വേണമെങ്കിൽ കൈക്കുമ്പിളിൽ വെള്ളം കോരി ശിവലിംഗത്തിൽ അഭിഷേകം നടത്താം. നല്ല തണുപ്പുള്ള വെള്ളമാണ്. ഏകദേശം കഴുത്തറ്റം വരെ വെള്ളമുണ്ട്. നമ്മളത് പ്രദക്ഷിണം വെച്ച് ഒരു സൈഡിലേക്ക് വന്നാൽ അവിടെ ഒരു ഭിത്തിയിൽ കൂടി വളരെ ശക്തിയായ വെള്ളച്ചാട്ടമുണ്ട്. അതിനടിയിൽ നമുക്ക് കുറച്ച് സമയം ചെലവഴിച്ച് നമ്മളവിടെ നിന്നും പെട്ടെന്ന് തന്നെ കയറി. ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുകയാണ്. 2ാമത്തെ ദിവസം. ഇന്ന് ലേസർ ഷോറൂം കൊടുക്കാൻ പറ്റി. കോയമ്പത്തൂരിൽ നിന്ന് ബസ്സിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഞങ്ങളുടെ റൂമും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എല്ലാ സൗകര്യം പറഞ്ഞു. നമുക്ക് പുറത്തുള്ള കാഴ്ചയിൽ നമുക്ക് കാണിച്ചു തരാം. 4 മണിക്ക് ടിക്കറ്റ് ചെയ്യുകയാണ്. നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാ ഭാഗത്തും മലകളും മരങ്ങളും
ഫുള്ള് വ്യൂ വരുന്നുണ്ട്. ഈ 3 ഭാഗത്ത് നല്ല തെങ്ങും തോപ്പിയൊക്കെ. താക്കോൽ തിരിച്ചേൽപ്പിച്ച ശേഷം ഞങ്ങൾ കയ്യിൽ ധരിച്ചിരുന്ന ബാഡ്ജ് കട്ട് ചെയ്ത് അവർ തിരിച്ചു വാങ്ങും. അത് നമ്മൾ വീണ്ടും ഇതിനുള്ളിൽ പ്രവേശിക്കാതിരിക്കാനുള്ളൊരു മുൻകരുതലാണിത്. ആശ്രമത്തിലെ കുട്ടികൾ ക്യൂവായി നടന്നു പോകുന്നതും നമുക്ക് കാണാം. നമുക്ക് പുറത്തിറങ്ങാനുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരുപാട് മൈലുകൾ നടന്നു പോകുന്നുണ്ട്. വീണ്ടും കാളവണ്ടിയിൽ കയറി വെൽക്കം പോയിന്റിലുള്ള സ്റ്റോറിൽ നിന്നും ഇഷയുടെ ഉൽപ്പന്നങ്ങൾ, അവരുടെ സ്വന്തം ഉൽപ്പന്നങ്ങൾ കുറച്ചൊക്കെ ഞങ്ങൾ വാങ്ങി. പിന്നീട് ഞങ്ങൾ ഇന്നലെ കാണാൻ പറ്റാതിരുന്ന ലേസർ ഷോ കാണാൻ വേണ്ടി നേരത്തെ തന്നെ സ്റ്റാച്യുവിനടുത്ത് സ്ഥലം കണ്ടെത്തി. വൈകുന്നേരമായപ്പോഴേക്കും നല്ല തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. ഏഴ് 10 ലേസർ ഷോ തുടങ്ങും. ഇതിനു മുന്നിൽ എവിടെ ഇരുന്നാലും നമുക്ക് ലേസർ ഷോ നന്നായി കാണാം. കാരണം അത്രയും ഉയരത്തിലാണ് സ്റ്റാച്യു ഇരിക്കുന്നത്. ലേസർ ഷോ നമ്മൾ നേരിട്ട് തന്നെ കാണണം. വീഡിയോയിൽ പകർത്തിയാൽ നമുക്ക് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ലേസർ ഷോ കണ്ടതിന് ശേഷം അതിന് മുന്നിൽ നിന്ന് തന്നെ കോയമ്പത്തൂരിലേക്ക് നിരന്തരം ബസ്സുകളുണ്ട്. 14D എന്ന ബസ്സിലാണ് നമ്മൾ തിരിച്ചും കയറേണ്ടത്. ബസ് നേരെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലിറങ്ങാം.
റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രിയത്തേക്കുള്ള ട്രെയിനിൽ ഞങ്ങൾ അവിടുത്തെ പല കാഴ്ചകളും ഫോൺ അനുവദിക്കാത്തത് കൊണ്ട് നേരിട്ട് പകർത്താൻ പറ്റിയിട്ടില്ല. എന്നാലും വല്ലാത്തൊരു യാത്രാനുഭവം തന്നെയാണ് ഇത്. രാവിലെ തന്നെ ഞങ്ങൾ യാത്ര കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി. വളരെ സുരക്ഷിതമായ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആർക്കും പോയി വരാവുന്ന ഒരു നല്ല സ്ഥലമാണ് ആദിയോഗി ഇഷ ഫൗണ്ടേഷൻ.